നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവി നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് 17/7/2026 വെള്ളിയാഴ്ച, ആടിമാസം കർക്കടക മാസം 1-ാം തീയതി. മാത്രമല്ല ആഷാഢ നവരാത്രി 3-ാം നാൾ. ഇന്ന് അമ്മ ഇരിക്കുന്ന രൂപം എന്താച്ചാല് സങ്കടവാരാഹിയായിട്ടാണ്. സങ്കടവാരാഹി എന്ന് പറയുമ്പോഴേ മനസ്സിലാവും, നമുക്കുള്ള സങ്കടങ്ങളെല്ലാം അംബിക നമുക്ക് തീർത്തു തരും. സങ്കടവാരാഹിയെ നമ്മൾ വഴിപെടുന്ന എങ്ങനെയെന്ന് വെച്ചാല്, വഴിപാടില് നമ്മൾ അരളിപ്പൂവാണ് അമ്മനിക്ക് അലങ്കാരത്തിന് വയ്ക്ക വേണ്ടിയത്. സാധാരണ അരളിപ്പൂക്കൾ കൊണ്ട് അംബികയെ നമ്മൾ വഴിപെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം അമ്മ തീർത്തു തരും. നമ്മുടെ ജീവിതത്തിലിരിക്കുന്ന ഏതോ ഒരു സങ്കടമില്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. എല്ലാത്തെയും നിവർത്തി പണി തരുന്ന കഴിവിരിക്കുന്നുണ്ട് നമ്മുടെ വരാഹി അമ്മനിക്ക്. എല്ലാം നമുക്ക് നിവർത്തി പണി തരാനുള്ള അമയ്പ് ഈ സങ്കടവാരാഹി നമുക്ക് തരും. എന്ത് തടസ്സം ഇരുന്നാലും ശരി, അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് അമ്പാള് അതിനെ തൂക്കി വിട്ടിടും. സോ അംബികയെ നിങ്ങൾ ഇന്ന് സങ്കടവാരാഹി രൂപത്തിൽ വഴിപാട് ചെയ്തോളുക. അമ്മയെ നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ ഓം സങ്കടവാരാഹിയെ നമോ നമഃ എന്ന് 108 തവണ ചൊല്ലിക്കോളുക. കൂടെ നിങ്ങൾക്ക് അറിയുന്ന അമ്മയുടെ പല മന്ത്രങ്ങളുണ്ടല്ലോ, ലൈക്ക് ഓം ഭക്തലക്ഷ്മി വിനാശിന്യൈ നമഃ, ഓം ഭക്തലക്ഷ്മി വിനാശിന്യൈ നമഃ, ഓം ഭക്തലക്ഷ്മി വിനാശിന്യൈ നമഃ. ഈ മന്ത്രവും നിങ്ങൾ ചൊല്ലി സ്റ്റാർട്ട് ചെയ്തോളുക. ഇന്ന് അമ്മയ്ക്ക് എന്ത് നൈവേദ്യം ചെയ്യേണ്ട വെച്ചാല്, അമ്മയ്ക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് കപ്പ, മരച്ചീനി, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അമ്മയ്ക്ക് നൈവേദ്യമായി വെച്ചോളുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ച് നമ്മൾ നൈവേദ്യം ചെയ്യുമ്പോൾ നമുക്കുള്ള സങ്കടങ്ങളെല്ലാം പെട്ടെന്ന് തീർപ്പ് കൽപ്പിച്ചു തരും അമ്പാള്. തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റിത്തരും. ഇനി ഇന്നത്തെ പതിവിലേക്ക് പോവാം. അതിനു മുന്നേ പഞ്ചമിത്തിഥി അപ്ഡേറ്റ് ആണ്. നാളെയാണ് പഞ്ചമിത്തിഥി വരുന്നത്. ഇന്ന് ഒരു ദിവസം കൂടെയേ ടൈമുള്ളൂ. രാത്രി 9 മണി വരെ വരുന്ന പേരുകൾ മാത്രമേ പൂജ, യാഗം, വഴിപാട് എന്നിവയ്ക്ക് എടുക്കാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ ചാനല് ഈ 2.5 വർഷമായിട്ട് ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്കും അറിയണം, ചേരണം എന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. മാത്രമല്ല ആഷാഢ നവരാത്രി ഡെയിലി പൂജയിലും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ പതിവിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന വഴിപാട് ഭയങ്കര ആശ്ചര്യமான ഒരു വഴിപാടാണ്. ഇങ്ങനെ ഒരു വിഷയം ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെയെല്ലാം ചെയ്തിട്ടിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് വണ്ടറായി പോവും. ഇത്രയും നാൾ നമുക്കിത് അറിയാതെ പോയല്ലോ എന്ന് വരെ നിങ്ങൾ മനസ്സിൽ കരുതി പോവും. അതും ആഷാഢ നവരാത്രിയിൽ ഇന്ന് അമ്മ സങ്കടവാരാഹിയുടെ രൂപത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളിത് ചെയ്തു കൊടുത്താൽ ഭയങ്കര പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടുന്നതാണ്. അമ്മനോട് അരുളിരുന്നാൽ മാത്രമേ ഈ വിഷയം നിങ്ങൾക്കിന്ന് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ നാളിൽ അവശ്യം നിങ്ങൾ ഈ വിഷയം ചെയ്തോളുക. ഒത്തിരി മുഖ്യമാനത്. ഈ ഇൻഫർമേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു പുതിയ കാര്യമായിട്ടിരിക്കും. നിങ്ങൾ വന്നിട്ട് വരാഹി അമ്മനിക്ക് വിധവിധമായ വഴിപാടുകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഏകപ്പെട്ട മുറകൾ വന്നിട്ട് നമ്മുടെ ചാനലിൽ ഡെയിലിയും ഞാൻ പോട്ട് വരുന്നുണ്ട്. നവരാത്രി ടൈമിൽ നിങ്ങൾ ഈവനിങ് ടൈം ആണല്ലോ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് വൈകുന്നേരം 6:30 മണിക്ക് മേലെയാണ് ചെയ്യേണ്ടത്. രാത്രി മുഴുവൻ നിങ്ങൾക്ക് ചെയ്യാൻ ടൈമുണ്ട്. വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ കമ്പൽസറി ചെയ്തോളുക. എന്താ വെച്ചാല്, നമ്മൾ തിരുപ്പതി പോണവർക്കില്ല ഈ വഴിപാട് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയപ്പോൾ ഇത് ചെയ്തിരിക്കാം. എന്നാൽ തിരുപ്പതിയിൽ പോവാത്തവർക്ക് ഈ വിഷയം അറിയാനായിട്ട് യാതൊരു വായ്പയും ഇല്ല. എന്താ വെച്ചാല്, തിരുപ്പതിയിൽ വന്നിട്ട് വരാഹി അമ്മനിക്ക് ഒരു വഴിപാട് ചെയ്യുന്നുണ്ട്. കന്ദദീപം വഴിപാടെന്നാണ് ഇതിനെ പറയുന്നത്. കന്ദദീപം മീൻസ് കിഴങ്ങ് ദീപം. ശരിയാ, കിഴങ്ങ് ദീപം എന്നാല് ചേന ഇല്ലയാ, ചേന കിഴങ്ങ്. ആ ചേന കിഴങ്ങിൽ വന്നിട്ട് വിളക്ക് വെച്ച് നമ്മൾ വഴിപാട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് തിരുപ്പതിയിൽ ഭയങ്കര സ്പെഷ്യലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ ശക്തിപീഠം എന്നൊരു ഇടം ഇരിക്കുന്നുണ്ട്, അവിടെയാണ് ഇത് ചെയ്യുന്നത്. അത് വിട്ടവങ്ങൾക്ക് വരാഹ കോവില് അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെയും വരാഹി അമ്മ ഇരിക്കുന്നുണ്ട്, അവിടെയും വന്നിട്ട് ഈ വഴിപാട് ചെയ്യുന്നുണ്ട്.
ഓരോരോ പഞ്ചമിക്കുമാണ് അവിടെ ഇത് ചെയ്തു പോരുന്നത്. ചേന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തിലെല്ലാം വീടുകളിൽ സുലഭമായി കിട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ വെജിറ്റബിൾ സ്റ്റോറിലോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് വന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തൊന്നും വാങ്ങരുത്. ഒരു ചെറിയ ചേന ഫുള്ളായിട്ട് വാങ്ങുക. റൗണ്ടിനിരിക്കുന്നത് അത് മുഴുവനുമായിട്ട് വാങ്ങിയിട്ട് ഇതിൻ്റെ നടുപ്പാതിയിൽ വന്നിട്ട്, അതായത് മിഡിൽ പോർഷനിൽ വന്നിട്ട് ആ റൗണ്ട് ഇരിക്കണില്ലേ, ആ ഹോളിൽ കുറച്ചുകൂടെ ഒന്ന് ഹോളാക്കുക. നല്ലതായിട്ട് ഒരു നൈഫ് വെച്ചിട്ട് ഹോളാക്കിക്കൊള്ളുക. അതിൽ നിങ്ങൾ വന്നിട്ട് ഇലിപ്പെണ്ണയോ നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പോട്ടിട്ട് തിരി വെച്ച് ദീപം വെച്ചോളുക. ഇത് എന്തിനാ വയ്ക്കണച്ചാല് ഇത് വന്നിട്ട് സകലവിധமான നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും മാറ്റിത്തരും. ഇപ്പോൾ നമ്മുടെ ശത്രുക്കളാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനയിൽ നമ്മൾ ഇരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് സകല വിധത്തിലുള്ള ഐശ്വര്യവും വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കടം കൊണ്ട് ഒന്നുമേ ഇല്ലാതെ അയ്യോ എനിക്ക് പോയല്ലോ, എനിക്ക് ഒന്നുമേ ഇല്ലല്ലോ അങ്ങനെ ഫീൽ ചെയ്യുന്നവര്, ഇവർക്കെല്ലാം മികപ്പെരിയ ഒരു മാറ്റം കിട്ടാനായിട്ട് ഈ വഴിപാട് ചെയ്യുന്നത് ബെസ്റ്റ് എന്ന് പറയുന്നു. ഇതിനെപ്പറ്റി നിറയെ പേർക്ക് അറിയില്ല. എന്നാൽ തിരുപ്പതിയിൽ ഇരിക്കുന്നവർക്കും അവിടെ പോകുന്നവർക്കും ഇതേപ്പറ്റി നല്ല അറിവാണുള്ളത്. ബട്ട് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നതിനാൽ അല്ല കേരളത്തിലിരിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ ഒരു കാര്യം അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുള്ളായ ഒരു വഴിപാട് മുറ. അതിനാല് നിങ്ങൾ വന്നിട്ട് ഈ കന്ദദീപം വഴിപാട്, ഈ കിഴങ്ങ് ദീപം വെച്ചിട്ടുള്ള ചേന കിഴങ്ങ് വെച്ചിട്ടുള്ള വഴിപാട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ഇന്ന് നിങ്ങൾ വൈകുന്നേരം 6:30 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. കടന്ന് വരുമ്പോഴേ ഒരു ചേനക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരിക. വേറൊന്നുമല്ല, ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള 9 ദിവസം ഉണ്ടല്ലോ, 9 ദിവസത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് 3-ാമത്തെ ദിവസം, ബാക്കിയുള്ള ദിവസം കൂടെ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വേറൊന്നുണ്ട്, ഇപ്പോൾ ഈ കിഴങ്ങ് കെട്ടുപോകതൊക്കെ വായ്പിരിക്കുന്നതിനാൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ കിഴങ്ങ് യൂസ് ചെയ്യുന്നതാവും നല്ലത്. ഇപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസം ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, നാളെ 4-ാമത്തെ ദിവസം ചെയ്യണ്ട, 5-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്തോളൂ, പുതിയൊരു കിഴങ്ങ് വാങ്ങിച്ചോളൂ. ശരിയാ. അപ്പോൾ ഇന്ന് യൂസ് ചെയ്തത് നിങ്ങൾ നാളെ എടുത്തിട്ട് കുക്കിങ്ങിന് നിങ്ങൾ എടുത്ത് ഭക്ഷണം വെച്ച് കഴിച്ചോളുക. മനസ്സിലായല്ലോ. ഒരു ചേനക്കിഴങ്ങ് എടുക്കുക, അതിൻ്റെ നടുപ്പാതിയിൽ നടുക്കിൽ ഹോള് പോട്ടിട്ട് അവിടെ ഇലിപ്പെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഊത്തി തിരി വെച്ച് ദീപം വെച്ചോളുക. ഈ വഴിപാട് നിങ്ങൾ ചെയ്തിട്ട് വരൂ. എന്ത് നനച്ച് നിങ്ങൾ മനസ്സിൽ കരുതി ചോദിക്കുന്നുവോ അതിന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് അമ്മൻ കൊണ്ടുതരും. ഇതിൽ വന്നിട്ട് അത്രയ്ക്കും ഒരു സ്പെഷ്യാലിറ്റി ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മാതിരി നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അതിൻ്റെ ബലം അറിയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോ ദിവസവും, ഇപ്പോൾ അത് പഞ്ചമിക്കെന്നോ എന്ത് ദിവസമായാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയെ വന്നു ചേരും. സപ്പോസ് ഇന്ന് നിങ്ങൾ ഈ വഴിപാട് മിസ് ചെയ്താൽ നാളെ പഞ്ചമിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളുക. എന്നിട്ട് പഞ്ചമിക്ക് നിങ്ങൾ ഇന്ന് നാളത്തെ പഞ്ചമിക്ക് ചെയ്യുക, ദെൻ അടുത്ത പഞ്ചമി വരുമ്പോൾ അതിന് ചെയ്യുക. പഞ്ചമിക്ക് ചെയ്യുക എന്നത് ഇതിലും സിറപ്പാനത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ വരുന്നത് ആഷാഢ പഞ്ചമിയാണ്. ഒന്നുകൊണ്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. നാളെ ഒരു നാളെങ്കിലും നിങ്ങൾ ഇത് ചെയ്തോളുക. ശരിയാ. ഇത് വന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഈ കിഴങ്ങ് ഈസി ആയിട്ട് കിട്ടും. ബട്ട് എബ്രോഡ് ഇരിക്കുന്നവർക്ക് ഉടനെ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇന്ന് വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ വീഡിയോ കാണുന്നവർ 6 മണിക്ക് മേലായിരിക്കും കാണുന്നത്. രാത്രി സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ടൈം ഉണ്ടാവത്തില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നാളെ പഞ്ചമിക്ക് ധാരാളമായിട്ട് നിങ്ങളിത് ചെയ്തോളുക. ഇതിലൂടെ നിങ്ങൾക്ക് മികപ്പെരിയ ഒരു മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടെത്താൻ അത്രയ്ക്കും ശക്തിയാർന്ന ഒരു വഴിപാടെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തിരുപ്പതിയിൽ നിന്ന് എനിക്കറിയുന്ന ഒരു തകവൽ എന്താച്ചാല്, ആര് ഈ വഴിപാട് ചെയ്താലും അവരാഗ്രഹിക്കുന്ന കാര്യം അവർക്ക് നടത്തി കിട്ടും എന്നതാണ്. നടക്കില്ല എന്നൊരു വിഷയമേ ഇല്ല. എന്തായാലും അത് അമ്മ നടത്തിത്തരും. ഇപ്പോൾ ഒരു കാര്യം നടന്നാൽ മറുപടിയും പുതുസായിട്ട് വേറൊരു വിഷയത്തേക്ക് ചെയ്യാം. അവിടെയുള്ളവരെല്ലാം ഒരു പ്രശ്നം എന്ന് വന്നാൽ ഉടനെ ഈ കന്ദദീപം വഴിപാടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. അതിനാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എത്രയോ പ്രശ്നത്തിലിരിക്കുന്നവരാണ്. ഇതൊരു സൊല്യൂഷനായിരിക്കും. അതിനാലെയാണ് ഈ ഒരു വഴിപാട് മുറ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ തകവൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത് എന്താച്ചാല്, വരാഹിയമ്മൻ അംബികൈ ഏതൊരു കാരണത്തിലും നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി. ഇനി ഈ മുറ ചെയ്യുന്നതിന് എന്തെങ്കിലും റൂൾസ് ഇരിക്കുന്നുണ്ടോ, എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റൂൾസ് ഇരിക്കുന്നുണ്ട്.
വരാഹിയമ്മനക്ക് മുന്നെയാണ് നമ്മൾ ഈ ദീപം പോടുന്നത്. സോ തീർച്ചയായും നിങ്ങൾ ശുദ്ധഭക്തമായി ഇരിക്കുന്നവർ മാത്രം ചെയ്തോളുക. നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് പോയി ചെയ്യരുത്. അതുപോലെ തന്നെ പുലവാലായ്മ ചെയ്യാൻ പാടില്ല. എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടെ പക്കത്തിരിക്കുന്ന ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. ഇനിയൊരു ന്യൂ വീഡിയോ വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.